Hey guys, welcome back to our channel Life Days Saju. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് സെന്റ് ആൻഡ്രൂസ് ചർച്ചിന്റെ മുമ്പിലാണ്. സെന്റ് ആൻഡ്രൂസ് ചർച്ചിന്റെ മുമ്പിലാണ്. അപ്പം ഇതിന്റെ അടുത്ത് തന്നെ ഒരു കിടിലം ബീച്ച് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ ചർച്ച് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ, നമസ്കാരം. ലൈഫ് ഡേയ്സ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സൗകര്യയുടെ മോനാണ് ഇൻ്റർവ്യൂ എടുത്തത്. അവർ ഹായ് കൊടുത്താൽ ഒരു ഹായ് കൊടുക്കാം. അപ്പം നമ്മളിത് സെന്റ് ആൻഡ്രൂസ് ചർച്ചിലാണ് ഇപ്പോൾ വന്നത്. സെന്റ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് കാണാനും കൂടി ആയിട്ടാണ് ഇവർ കൊല്ലത്തുനിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ബീച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെയും കൂട്ടി ഇവിടെ വന്നതാണ്. ഈവനിങ് ആയി, ഇപ്പോൾ സമയം 4:30 മണിയായി. ഇന്ന് ഡേറ്റ് എത്രയാടാ? ഡേറ്റ് എത്ര? ഏപ്രിൽ 4. അപ്പോൾ ഏപ്രിൽ 4-നാണ് നമ്മൾ വൈകുന്നേരം 4:30 മണിക്കാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ ബീച്ചിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാവനമായ ഈ ചർച്ചിൻ്റെ മുമ്പിൽ ആണ് നമ്മളൊരു ഹോട്ടലിലാണ് വന്നത്. നമ്മൾ മുമ്പിൽ വന്നാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തത്. അവിടെ നിന്നാണ് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ ഞാനും മോനും സഹോദരിയും കൂടെ നമ്മൾ ബീച്ച് കാണിക്കാൻ പോവുകയാണ്. ഏത് കിടിലോ? നീ എന്തോന്നാണ് കിടിലോ എന്ന് പറഞ്ഞത്? എങ്ങോട്ട് നോക്കാൻ? അവനെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കിടിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നീ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഏത് ഇതോ? ഇത് ദേവാലയത്തിൻ്റെ ഒരു ഭാഗമാണ്. അജുണ്ണന്റെ വീട്ടിനടുത്തുള്ള ഇതില് വന്ന് എന്റെ ബീച്ചില് കാണിച്ചു തരാന്ന് എനിക്ക് കണ്ടാ. ആരാണ് സുജാത? കിടന്ന് ഉറക്കം. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. വേറൊരു ദിവസം കൂടെ വന്ന് നമുക്ക് വേളിയിൽ ശംഖുത്തൊക്കെ പോവാം. ഓക്കെ, മക്കൾ വരുമോ? ഈ ആന്ത്രോയിസ് പ്രതിമ ഇവിടെ കാണാം നമ്മുടെ ഈ ബീച്ചിൻ്റെ ഓരത്തായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എനിക്കറിയത്തില്ല, അവിടെ അങ്ങനെ ഒരു പേര് താഴെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ അറിയാമെന്നുള്ളവരാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അല്ലേ? എന്തിനാണ് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ഇപ്പുറത്തൊരു മത്സ്യത്തിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ ബീച്ചിൻ്റെ ഓരത്തെത്തിയപ്പോൾ തന്നെ കുറച്ച് കച്ചവടക്കാരെയൊക്കെ ഇവിടെ കാണാം. നല്ല വെയിലുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല കച്ചവടക്കാരുണ്ട്. കുറച്ച് കച്ചവടക്കാരേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴല്ല ഇതിൻ്റെ വൈബ്. കുറച്ചുകൂടെ കഴിയണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ വൈബ്. പെങ്ങൾ ഇവിടെ വന്ന് എന്തൊക്കെ മേടിക്കുന്നു? പൈനാപ്പിളും ഉപ്പിലിട്ട പൈനാപ്പിളാണ് മേടിക്കുന്നത്. നമ്മൾ പൈനാപ്പിൾ അച്ചാർ 3 എണ്ണം മേടിക്കുന്നു. മാമൻ എന്താണ് വേണ്ടത്? എനിക്കും അവളിപ്പം മേടിച്ചു തരില്ലേ. അത്ര നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവള് മേടിച്ചു തരില്ലേ. 3 പീസ് എനിക്കല്ല, 3 നന്ദുവിനും 1 അവക്കും. ഓക്കെ, നാളെ രാവിലെ ഇളവും. അങ്ങനെയൊന്നുമില്ല, കൊള്ളാം. പൈനാപ്പിൾ കൊള്ളാം. വന്ന ഉടനെ ബീച്ചല്ല കണ്ടത്, പൈനാപ്പിൾ. അവനും കഴിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം? ഇഷ്ടപ്പെട്ട? പാനിപൂരി അല്ല, ബീച്ച് കാണാമെന്ന് നിങ്ങൾ ആഹാരം കഴിക്കാമെന്നോ? പാനിപൂരി പാനിപൂരി കിട്ടില്ലോ? പറഞ്ഞോ? നാളെ വയറുകളായിരിക്കും. അതെന്താ പറയാത്ത? അവന്റെ ഇഷ്ട സാധനം ആയതുകൊണ്ട് പറയുന്നില്ല കേട്ടാ. ഫേവറേറ്റ് ആണ്. അങ്ങനെ അവർ വീണ്ടും പാനിപ്പൂരിയും കൂടെ വെച്ചു. ഇവരെ എനിക്കൊന്ന് കഴിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. ബീച്ചാണോ വന്നതല്ലെന്ന് തോന്നുന്നു. കൊള്ളാം. തിന്നില്ല മാമ. അതിലതെന്താ ഫ്ലേവറാ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? പാനിപൂരിയിലെ പാനി ഇവിടെ നിന്നാണ് ഒഴിക്കുന്നത്. ഓ, അങ്ങനെയാണ്. ശരി. ഏത് ഈ ഇതിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമല്ലേ? പാനിപൂരി പൊട്ടി. ഓ, ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ചതാ. പിന്നല്ല, ഞാൻ കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാനും കഴിച്ചു.
ഞാനും കഴിച്ചു. നന്ദു പാനിപ്പൂരി അടിപൊളിയായിട്ട് കഴിക്കുന്നു. ഒരെണ്ണം കൂടെ വേണോടാ? മതിയാ? അപ്പോൾ ഈ ഭാഗത്തൊരു റെസ്റ്റോറൻറ്റ് കാണാം, എന്താണെന്ന് നോക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ? ബീച്ച് എക്സ്പ്ലോറേഷൻ. അതെ. അവൻ താഴെ ഇറങ്ങിപ്പോയി, ചാടിയത് വീഡിയോ എടുത്തില്ല, വീണ്ടും അതിലേക്ക് ഇറങ്ങി വരെയാണ്. ദയവായിരുന്നു ഇനി ഒന്നുകൂടെ ചാടിക്കൂ. ഇതവനെ വീഡിയോയിൽ എടുക്കണോ? ചാടി. നീ പറഞ്ഞു നോക്കട്ടെ. അവള് ചാടിയില്ല, അവൾ അതേ വഴി സ്റ്റെപ്പ് ഇറങ്ങി വന്നു. നമ്മൾ മൈക്കൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ കാറ്റിൻ്റെ നോയ്സൊക്കെ ഉണ്ടാവും, അപ്പം അത് ക്ഷമിക്കുക എല്ലാവരും അല്ലേ? അതെ അതെ. ക്ഷമിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, കമന്റിൽ ഒരു ഫയർ ഇമോജി ഇട്ടാൽ. ഓക്കെ. നമ്മളെ ബീച്ചിൻ്റെ അടുത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സെൻറ് ആൻഡ്രൂസ് ബീച്ച്. ഇതേ കണ്ടില്ലേ, മനോഹരമായൊരു ബീച്ചാണ്. ഇങ്ങനെ നടക്കുമ്പോൾ മരുഭൂമി ഓർമ്മ വരും. മരുഭൂമി ഞാൻ തൽക്കാലം ഓർമ്മിക്കുന്നില്ല, 17-ാം തീയതി കഴിഞ്ഞിട്ട് ഓർക്കാം. ഓർമ്മിപ്പിക്കണ്ട. അങ്ങോട്ട് ഇറങ്ങരുത്, ആരുമില്ല, ഗാർഡൊന്നും ഇല്ല. ഈ വെള്ളത്തിലൊക്കെ ഉണങ്ങുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ഗാർഡ് കാര്യങ്ങളൊന്നും ഇല്ല. തിര വരെയുണ്ട്, തിര വേണ്ട. ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ ടെലിവിഷൻ കാണുന്നത്, അതുപോലെയാണ് വീഡിയോ എടുക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടം വരെ തിര വരും. അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയത്തില്ല. അടിച്ചു പൊളിച്ചിട്ട് പോവുക അല്ലേ പാമ്പ? ഇവിടെ വന്ന് എല്ലാവരും കടലിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ഇവിടെ പ്രത്യേകിച്ച് സുരക്ഷാമാനം ഇപ്പോൾ ഇവിടെ ആള് കുറവാണ്. നമ്മൾ ഈ വന്നിട്ടുണ്ട് നല്ല ക്യാമറമാൻ പുറകോട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖ സീനിക്കുന്നു. നല്ല വീട്ടാണ്, അതാണ്. ഇവര് കൊല്ലത്തുനിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഹാപ്പിയാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇതായതുകൊണ്ടാണ് ഞാൻ ഇവരെ ഇവിടെ കൂട്ടിക്കൊണ്ടത്. അപ്പോൾ ഇപ്പോഴൊന്നും അല്ല, ഇതിന് ഇവിടെ വൈകും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല വൈകും. ലൈഫ് ഡേയ്സ് കാണുന്ന പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. പിള്ളേരെ ഇവിടെ കിടന്നിട്ട് അർമാദിക്കുകയാണ്. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് അടിപൊളിയല്ലേ? തക്കോട് തുക്കോട് ഇതൊന്നും ഇടല്ലേ, ഇതൊക്കെ ഇടണേ. ഹലോ ഗേസ്, അണ്ണനെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് നന്ദു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി അടിപൊളി തിരകൾ വന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ക്യാമറാമാൻ ഓടുന്നു. ക്യാമറാമാൻ്റെ ഷൂവിൽ വെള്ളം നിലയാതിരിക്കാൻ അടിപൊളി വലിയ തിര വരുന്നു. കടൽ എപ്പോഴും എല്ലാവർക്കും ഒരു വികാരമാണ്.
എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ കടൽത്തീരം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ വിദൂരമായ കാഴ്ചകളാണ് നമ്മൾ കടൽത്തീരത്ത് കണ്ടുകൊണ്ടിരുന്നത്. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ജീവിതത്തിന്റെ വിദൂരമായ കാഴ്ചകളാണ് നമ്മൾ കടൽത്തീരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മള് സത്യസന്ധമായ ചാനലായതുകൊണ്ട് ഇതെല്ലാം ഇടും. എന്തോ ഇടരുതെന്ന് പറയുന്നു. സത്യസന്ധമായിട്ടിടും. അപ്പോൾ ഗൈസ് മാമൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കയറാൻ പോവാണ്. അപ്പം ഇനി മിക്കവാറും നമ്മൾ അങ്ങോട്ടായിരിക്കും പോകണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കയറി ബീച്ചിൽ നിന്ന് കരയിലോട്ട് കയറി നമ്മളിനി അങ്ങോട്ടൊക്കെ ഒന്ന് വെറുതെ നടന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലേ? ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെ ഇതിന് അതേന്ന് പറഞ്ഞു പറഞ്ഞല്ലോ. ആ അതെ. നമ്മളിത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നോക്കാം, നമുക്ക് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. കാലിലെല്ലാം പാൻറ്റെല്ലാം നനഞ്ഞു. നിന്റെ പാൻറ്റ് നനഞ്ഞാടാ? എൻ്റെ ഷൂ മമ്മി കഴുകി തരണേ. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് എന്തൊക്കെ കിട്ടുമെന്നല്ല. വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ വന്നല്ലോ ചായ കുടിക്കാൻ വിചാരിക്കും. ടീ ഗ്രേറ്റ് ബാക്കി വായടാ, എനിക്ക് വായിക്കാറില്ല. ബ്രിഡ്ജ് ടു ബൈ ഇവിടെ സംഭവമൊക്കെ ഉണ്ടാക്കി തരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാവൂ. ഈ ഹോട്ടലുകാർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ പ്രൊമോഷനൊന്നുമല്ല, നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ പറയണെങ്കിൽ എന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണമെന്ന്. അപ്പോൾ ഞാൻ ശരി സമ്മതിച്ചു. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ ഇവിടെ നിന്ന് കണ്ടുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിനകത്തോട്ട് പോകുന്നു. അങ്ങനെ അവർ മെനു ഒക്കെ കൊണ്ടുവന്ന് നോക്കുവാണ്. അങ്ങനെ നമ്മൾ 2 ലെമൺ ജ്യൂസ് പറഞ്ഞു. നമ്മൾ ഒന്നും കഴിക്കണമെന്നില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മേളിൽ 2 പിള്ളേരൊക്കെ വന്നിട്ട് മേളിൽ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ട്. ഇവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കാര്യം നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. കാരണം നേരത്തെ ഇറങ്ങുന്ന ഇവർക്ക് ഇനി കൊല്ലത്ത് പോകാനുള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ അതിൻ്റെ പി ആണ്. അപ്പോൾ ഇറ്റ്സ് മീ അഭിനന്ദേ പി വിത്ത് ക്യാമറമാൻ സജു എസ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ബീച്ചിൽ വന്ന ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ. ഒരു ബൈ പറയും. ബൈ. ബാബുജി ബൈ പറ. ബൈ ബൈ.